ഹലോ. അപ്പൊ ഇന്ന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്, ഈ ബിയും ബിക്കം ഒന്നാണ്. പിന്നെ പല സമയത്തും ഈ ബി അറിയാതെ എനിക്ക് വിട്ടുപോകുന്നു. ഇത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക? ഇതെനിക്ക് സ്ഥിരം കിട്ടുന്ന ഒരു ചോദ്യം കേട്ടോ. ഓരോ സെന്റൻസ് പറയുമ്പോൾ വേർബ് എവിടെ, വേർബ് എവിടെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ വേർബോ, വേർബ് ഇല്ലാന്ന് നിങ്ങൾക്ക് ഒരു നല്ല സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. കം ഗോ എന്നൊക്കെ പറയുന്ന സെന്റൻസ് പോലും ഒരു വേർബാണ്. കം ഗോ ഒക്കെ ഒരു പ്രവൃത്തിയല്ലേ. അപ്പൊ ഈ വേർബിനെ വിട്ടിട്ട് നമുക്ക് കളിയില്ല. ഗുഡ് മോർണിംഗിലെ വേർബ് ഇല്ല കേട്ടോ. ഇനി വേർബ്സിൽ ഏറ്റവും മഹോന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യനാണ് ബി, അല്ലെ? എസ്, ആം, ആർ, വാസ്, വേർ, പാസ്റ്റൻസില്. പിന്നെ ബീയിങ്, ബീൻ മുതലായ പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ബി വരാറുണ്ട്. മനസ്സിലായില്ലേ ബി ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന്? ഇത് അറിയില്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ലാസ്റ്റ് ലിങ്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കേൾക്കും. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഈ ബിയുടെ പ്രശ്നം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഫസ്റ്റ് കാര്യം എന്താണ്? നിങ്ങളുടെ സെന്റൻസിൽ എവിടെ നോക്കിയിട്ടും ഒരു വേർബ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിയുടെ കുറവുണ്ട്. അയ്യോ, എന്നിട്ട് യാതൊരു നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, അതാ ഇങ്ങനെ സംസാരിക്കണേ. അപ്പോ അതാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. ബിയും അതിന്റെ പ്രയോഗങ്ങളും വിട്ടുപോകുന്ന കാരണങ്ങളൊക്കെ ആദ്യം പറയും. പിന്നെ നമ്മുടെ ബിക്കം ഉണ്ട്. ഇതാണ് നെക്സ്റ്റ് ലെവൽ ഡൗട്ട്. ബിയും ബിക്കം ഒന്നല്ലേ. പിന്നെ ഇത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക, ഏത് എവിടെ ഉപയോഗിക്കുന്നത്? പറയൂ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ചിലവരെന്നെ ആക്രോശിക്കാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം, നമുക്ക് ഒരു സെന്റൻസിൽ വേർബ് വേണമെന്ന് പറഞ്ഞില്ലേ? വേർബ് എന്ന് വെച്ചാൽ പ്രവൃത്തി, അത്രേ ഉള്ളൂ. ഒരു പ്രവൃത്തി പറയൂ, പറയൂ. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കലെന്നെ, അതൊരു പ്രവൃത്തിയാണ്. ലുക്ക് ഉണ്ട്, പക്ഷെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വാച്ച് ആണ് ചെയ്യുന്നത് കേട്ടോ. ഐ എം വാച്ചിങ് എ വീഡിയോ. ഇപ്പോൾ വാച്ച് ഒരു വേർബാണ്, അണ്ടർസ്റ്റാൻഡ് ഒരു വേർബാണ്, മനസ്സിലാക്കുക. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ മനസ്സിലാവുക ഒരു വേർബാണ്. സ്പീഡ് കൂടുന്നുണ്ടല്ലേ, കുറയ്ക്കാം. പിന്നെ വേർബ്സ് ഏത്? ഓടുക, റൺ, ചാടുക, ജമ്പ്. ഇങ്ങനെ കുറെ വേർബ്സ് നമ്മുടെ ചുറ്റും കിടന്ന് ഓരോ പണിയെടുക്കാറുണ്ട്. എന്നാൽ നമ്മള് എന്താ പറയാ, ഒരു മണവാട്ടി ആവുക. ഇപ്പോ കേൾക്കുന്ന ആൺകുട്ടികളൊക്കെ മണവാട്ടിയാവുക, എനിക്കൊന്നും ആവാൻ പറ്റില്ല, മണവാളിനായിക്കോളും. ഇങ്ങനെ ആവുകയില്ലേ? ഈ ആവുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അതേ സംഭവമാണ് ഇംഗ്ലീഷിലെ ബി. ഓടുക, റൺ അല്ലേ? അതുമാതിരി ഇംഗ്ലീഷില് ബി എന്ന് പറയുന്നത് ഈ ആവുകയാണ്. ബി പല ഭാവത്തിൽ വരും. അതുകൊണ്ട് ഷീ വരുമ്പോ പ്രസന്റ് ടെൻസിലാണെങ്കിൽ എസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ആം വരും, ആം ഇല്ലേ, അതൊക്കെ വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടു പഠിക്കും. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ബി മിസ്സായി പോണ കാര്യമാണ്. അത് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെന്റൻസിൽ ബി പോകുന്നത് പലപ്പോഴും നമ്മൾ അറിയില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ബി ഒക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അവസാനം നമ്മുടെ സെന്റൻസിൽ ബി ഇല്ലാണ്ട് അതിനൊരു ലുക്ക് ഇല്ലാണ്ടായി മാറും. ലുക്കല്ല, അത് ഒരു കറക്റ്റ് സെന്റൻസും ആവില്ല. അതുകൊണ്ടാണ് ഇത് വളരെ കെയർഫുൾ ആയി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ടെൻഷൻ ഇരിക്കണ്ട. വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു തരുമ്പോ ഇത്രേ ഉള്ളോ ആണെന്ന് തോന്നുന്നു. ആദ്യം ഞാനൊരു സെന്റൻസ് പറയാം. എങ്ങനെയാണ് ഒരു നല്ല സ്റ്റുഡന്റ് ആവുക, ഒരു വിദ്യാർത്ഥി ആവുക? അതിനെ കുറിച്ചുള്ള പ്രഭാഷണം അല്ല ഞാൻ പറയുന്നത്. ഈ സെന്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുക? ഒരു സ്റ്റുഡന്റ് ആവുക, എന്താവുക? സ്റ്റുഡന്റ് ആവുക. അപ്പൊ ടു ബി എ സ്റ്റുഡന്റ് കേട്ടോ. ഒരു സ്റ്റുഡന്റ് ആവുക എന്ന് പറഞ്ഞ ഉടനെ ടു ബി എ സ്റ്റുഡന്റ്. ഇതിങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ ബി, അതുകൊണ്ട് അങ്ങനെ പഠിക്കരുത് കേട്ടോ. കാരണം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല സമയം എടുക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇതിന്റെ ആ ടെക്നിക്ക് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആകെ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരു സ്റ്റേറ്റ്, ഒരു അവസ്ഥയെ കുറിച്ച് പറയണം. ഒരു നല്ല സ്റ്റുഡന്റ് ആയ അവസ്ഥ അല്ലെ? ഓടുക ഒരവസ്ഥയല്ല, അതൊരു പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഈ അവസ്ഥകൾ പറയുമ്പോഴാണ് നമ്മൾ പൊതുവെ ബി ഉപയോഗിക്കുക. അതൊന്ന് ആലോചിക്കോ, എന്തൊക്കെ അവസ്ഥയാ? ഒരു ടീച്ചർ ആകുന്ന അവസ്ഥ അല്ലെ, ടയേർഡായ അവസ്ഥ, ഹാപ്പി ആയ അവസ്ഥ, ഹിഹി, സങ്കടമുള്ള അവസ്ഥ, ഇതൊക്കെ അവസ്ഥകളാണ്. ഓക്കെ, ടീച്ചർ ആകുന്ന അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ശരിക്കും പ്രൊഫഷനൊക്കെ ഈ ബിയുടെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. ഐഡന്റിറ്റി, ഒരു ഇന്ത്യക്കാരനാവുക അല്ലെ. നമ്മുടെ പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് മാറ്റിയിട്ട് നമ്മൾ അമേരിക്കൻ പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ട്രംപ് ഒക്കെ അനുവദിക്കുകയാണെങ്കിൽ, ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് മാറി, ഇന്ത്യൻ സിറ്റിസൺ എന്ന് മാറിയിട്ട് അമേരിക്കൻ സിറ്റിസൺ ആയി. അപ്പൊ കണ്ടോ, ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അവസ്ഥകൾ മാറും. ഇന്ന് ടീച്ചറാണ്, നാളെ നിങ്ങൾ പ്രിൻസിപ്പളാണ്, മറ്റന്നാൾ നിങ്ങൾ എന്താ പറയുക, HOD ആണ്. മനസ്സിലായോ? അപ്പൊ അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് ഓടുകയാണ്, നാളെ ചാടുകയാണ്, അവസ്ഥ മാറുന്നില്ലേ? പ്രവൃത്തികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, സ്റ്റേറ്റ്. മനസ്സിലായോ? നിങ്ങൾ ഇന്ത്യക്കാരനാണ്, അപ്പൊ നമ്മൾ ടാഗ് തരികയാണ്. അങ്ങനെ ആലോചിച്ചാൽ ഒരു ടാഗ്, നിങ്ങൾ
ഒരു നിങ്ങളുടെ ഷർട്ടിന്റെ മുകളിൽ ഒരു എഴുതി വെച്ചേക്കാം ടീച്ചർ, അല്ലെങ്കിൽ ഹാപ്പി, ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കണോണ്ട് ഹാപ്പി, അങ്ങനെ നിങ്ങളുടെ ഒരു അവസ്ഥയെ ടാഗ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഫഷനെ ടാഗ് ചെയ്യണം. അപ്പൊ അതൊന്ന് മനസ്സിൽ വന്നോ അവസ്ഥകൾ? ഇന്ത്യക്കാരൻ, യൂറോപ്യൻ, അങ്ങനെയൊക്കെ പറഞ്ഞ അവസ്ഥ, ആൺ പെൺ, ഇതൊക്കെ നമ്മുടെ ഓരോരോ സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ ടാഗുകളാണ് അല്ലെ. ഇന്ത്യക്കാരൻ ആവുന്നത് പ്രത്യേകിച്ച് ഓടി നടക്കുന്ന അതുപോലത്തെ ഒരു പ്രവൃത്തിയല്ലല്ലോ, മനസ്സിലായോ? അങ്ങനത്തെ സ്റ്റേറ്റ്സ് ഒക്കെ വരുമ്പോ നമ്മൾ എന്തുപയോഗിക്കണം? ബി ഉപയോഗിക്കണം. ഒന്നില്ലെങ്കിൽ ബി, അല്ലെങ്കിൽ ബിയുടെ പല പല ഭാവങ്ങളില്ലേ, എസ്, ആം, ആർ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഭാവം നിങ്ങൾ ആ സെന്റൻസ് ഉപയോഗിച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം, എങ്ങനെയാണ് ഒരു നല്ല സ്റ്റുഡന്റ് ആവുക? അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയും? ഹൗ ടു ബി എ ഗുഡ് സ്റ്റുഡന്റ്. ഒരു നല്ല സ്റ്റുഡന്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാം. അതിപ്പോ എടുത്തു പറയാൻ കാരണം എന്താ? ഉണ്ട്, അടുത്ത് തന്നെ വേറൊരു സാധനം നന്നായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. നല്ലത് അല്ലെങ്കിൽ നന്നായി എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ഗുഡ് എന്നുള്ള വാക്കാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ ഒരു സ്റ്റുഡന്റ് നല്ലതെന്ന് പറയുമ്പോൾ ഗുഡ് സ്റ്റുഡന്റ്, കറക്റ്റ്. അപ്പോ ഹൗ ടു ബി എ ഗുഡ് സ്റ്റുഡന്റ്. ഹൗ ടു എ ഗുഡ് സ്റ്റുഡന്റ് എന്ന് പറയാൻ പാടുമോ? പാടില്ല. ഗുഡ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടാഗ് ആണല്ലേ, ഗുഡ് സ്റ്റുഡന്റ് വെച്ചോ, വെൽ ഡൺ എന്നൊരു ടാഗ് വന്നു നമുക്ക്. അപ്പൊ ഹൗ ടു ബി ദാറ്റ്, എങ്ങനെയാ അത് ആവുക? ഹൗ ടു ബി എ ഗുഡ് സ്റ്റുഡന്റ്. എന്നാൽ എങ്ങനെ നന്നായിട്ട് ഓടുക അത് പറയണെങ്കിലോ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൗ ടു ഓടുക, റൺ, ഹൗ ടു റൺ, നന്നായിട്ട്, വേഗത്തിലല്ല, നന്നായിട്ട്. വേഗത്തിൽ ഫാസ്റ്റ് ആണെന്ന് എനിക്കറിയാം, നന്നായിട്ട് ഗുഡ് എന്ന് പറയരുത്, വെൽ. അത് നേരത്തെ നല്ല സ്റ്റുഡന്റ് ഗുഡ് ആയിരുന്നില്ലേ? ഒരു ആളോ ഒരു ഒബ്ജക്റ്റോ അങ്ങനെ നൗൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഗുഡ് എന്ന് ഉപയോഗിക്കും. പാട്ട് നല്ലതാണ്, പാടിയതും നല്ലതാണ്. നല്ല പാട്ട് എന്ന് പറയാൻ ഗുഡ് സോങ്, ആ സാധനം സോങ്. പാടുന്നത് നല്ലതാണെന്ന് പറയാൻ സിങ് വെൽ, യു സാങ് വെൽ, നീ പാടി നന്നായിട്ട്, നീ നന്നായിട്ട് പാടി, യു സാങ് വെൽ. മനസ്സിലായോ? പ്രവൃത്തിയുടെ കൂടെ എപ്പോഴും വെല്ലാണ് ഉപയോഗിക്കുക, നന്നായി ചെയ്തു എന്ന് പറയാൻ, അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയാൻ. എക്സെപ്ഷൻസ് ഉണ്ട്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു അവിടെ ഇവിടെയൊക്കെ എങ്ങനെയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം പറയേണ്ടി വരും. നമ്മള് മണക്കുക, നല്ല മണം, മണക്കുക ഒരു പ്രവൃത്തിയല്ല, പക്ഷെ അതിൻ്റെ ഒപ്പം ഇറ്റ് സ്മെൽസ് ഗുഡ് എന്നാ പറയാ, വെൽ എന്നല്ല പറയാ. കണ്ടിട്ട് അടിപൊളി ഉണ്ടല്ലോ, യു ലുക്ക് ഗുഡ്. ഇപ്പൊ സ്മെൽ സീ അല്ല, സ്മെൽ സീ ഹിയർ, അങ്ങനെ നമ്മളിങ്ങനെ ലിസൺ ചെയ്യുന്ന കാര്യങ്ങള്, ഫീൽ ചെയ്യുന്ന കാര്യങ്ങള്, ഇറ്റ് ഫീൽസ് വെൽ അല്ല, ഇറ്റ് ഫീൽസ് ഗുഡ്. നല്ലൊരു മസാജ് കിട്ടിയപ്പോ ഇറ്റ് ഫീൽസ് ഗുഡ്. മനസ്സിലായോ? അതിന്റെ ഒക്കെ കൂടെ ഗുഡ് വരും. ബാക്കി ഓടുക, ചാടുക, പൊട്ടിത്തെറിച്ച് കിടക്കുക മുതലായ എല്ലാത്തിനും കൂടെ വെൽ വെൽ. പക്ഷെ ഒരു സാധനം നല്ലതെന്ന് പറയാൻ പറയൂ ഗുഡ്, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് വെൽ എന്ന് പറയില്ല. ഓക്കെ, ഗുഡ് ജോബ്. അപ്പൊ നമ്മൾ പ്രധാന സംഭവം മനസ്സിലായോ? ഹൗ ടു റൺ വെൽ, ഹൗ ടു ബി എ ഗുഡ് സ്റ്റുഡന്റ്. ഇവിടെയാണ് ഈ ബി ഡ്രോപ്പ് ചെയ്ത് പോകുന്നത്. രണ്ട് ചോദ്യം കൂടി ചോദിച്ചാൽ എനിക്ക് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരുമോ? മനസ്സിലായില്ല ഇത് ബി എവിടെയാ വേണ്ടത്, എവിടെയാണ് വേണ്ടാത്തതെന്ന്. ബി ഒരു വേർബാണ്. അപ്പൊ ബി അവിടെ ആ സെന്റൻസിൽ ഇല്ലായിരുന്നുവെങ്കിൽ അടി കിട്ടിയാനെ എന്റെ അടുത്തുനിന്ന്. ഹൗ ടു ഡാഷ് എ ഗുഡ് സ്റ്റുഡന്റ്, അവിടെ ബി വേണം. ഹൗ ടു എ ഗുഡ് സ്റ്റുഡന്റ് എന്ന് പറയരുത്, അവിടെ വേർബ് ഇല്ല, അതാണ് പ്രശ്നം. വേർബ് വേണം, ആവുക. എല്ലാ സെന്റൻസിലും വേർബ് വേണ്ടേ. പക്ഷെ ഹൗ ടു റൺ, റൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വേർബ് ഉണ്ട്, റൺ. ഓക്കെ, എന്നാ ഒരു കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കാം. ഒരു നല്ല ഓട്ടക്കാരൻ എങ്ങനെയാവുക? കൺഫ്യൂഷൻ ആയോ? ഹൗ ടു, എന്താണ് നമ്മുടെ ടാഗാണ്, നല്ല ഓട്ടക്കാരൻ എന്നൊരു ടാഗ് നമുക്ക് തന്നു. ഹൗ ടു ബി എ ഗുഡ് റണ്ണർ, ഹൗ ടു ബി എ ഗുഡ് റണ്ണർ. ഇങ്ങനെ കുഴപ്പിക്കുന്ന കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് വെളുക്കുക? വെളുത്ത് പാറാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാര് ഗൂഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. എങ്ങനെയാ നന്നായിട്ട് വെളുക്കുക? അതെങ്ങനെ പറയും? എങ്ങനെയാണ് നല്ല നിറം കിട്ടുക എന്ന് പറയണെങ്കിൽ, നല്ല നിറം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഉദ്ദേശിക്കുന്ന വെളുപ്പ് നിറം കേട്ടോ, അല്ലാണ്ട് ബ്രൗൺ നിറം എങ്ങനെ കിട്ടുമെന്ന് ആരും ഗൂഗിൾ ചെയ്യാറില്ല. ഉണ്ടാവും, അമേരിക്കക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് ടാൻഡ് ആയിട്ടുള്ള സ്കിൻ അല്ലേ. നമ്മൾ ഈ വെളുപ്പിന് പുറകിൽ പോണേ.
അപ്പൊ എങ്ങനെയാണ് നല്ല നിറം കിട്ടുക എന്ന് ഉദ്ദേശിച്ച വെളുപ്പ് നിറം കിട്ടുക എന്നാണ് പൊതുവെ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെ. മണ്ടത്തരങ്ങളാണ്. ഞാൻ അതിന്റെ ആ സൈഡിലോട്ട് കിടക്കുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ സൈഡിലോട്ട് ഞാൻ പോവാണ്. മറ്റേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ ഹൗ ടു എങ്ങനെയാണ് വെളുക്കുക, ഹൗ ടു. ഓക്കെ, ഞാൻ അടുത്ത വേർഡ് പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സെന്റൻസ് പൂരിപ്പിക്കുക. ഹൗ ടു ബി ഫെയർ അല്ലെ. എങ്ങനെയാണ് നല്ല വെള്ള നിറാവുക. ഫെയർ എന്ന് പറഞ്ഞാൽ പൊതുവെ ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരെ ഫെയർ എന്ന് പറയാം കേട്ടോ. ഹൗ ടു ബി ഫെയർ. എന്നാ ഞാൻ ഒന്നുകൂടെ ഒരു സെന്റൻസ് പറയാം. ഹൗ ടു ഗെറ്റ് ഗുഡ് കോംപ്ലക്ഷൻ. കോംപ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ, നിറം തന്നെയാണ്. അപ്പൊ ഗെറ്റ് എന്നുള്ള വേർബ് അവിടെ വന്നപ്പം ഗുഡ് കോംപ്ലക്ഷൻ എങ്ങനെയാ കിട്ടുക എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഹൗ ടു ബി എന്ന് ചോദിക്കുമ്പോൾ അവസ്ഥ പറയണം. ഒരു വെളുത്ത കുട്ടിനെ കണ്ട വെളുത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട് ടാഗ് കൊടുത്തുകൂടെ നമുക്ക്. അപ്പൊ ഹൗ ടു ബി ഫെയർ. ഈ വെളുത്ത കുട്ടികളെ ഇതൊന്നും കേട്ട് അഹങ്കരിക്കണ്ട. ഞാനിത് ജനറലി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എടുത്തിട്ടതാട്ടോ. എനിക്ക് അങ്ങനെ വെളുപ്പിനോട് പ്രത്യേകിച്ച് കണ്ടൊരു മാവാദ്യമൊന്നുമില്ല. എല്ലാം നിറവും ഭംഗിയാണ്. ഭംഗിയില്ലായ്മ എപ്പോഴാണ് എനിക്ക് തോന്നാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുവൊക്കെ വന്നിട്ട് അൺഈവൻ സ്കിൻ ടോൺ വരുമ്പോഴാണ്, എന്നുവെച്ചാൽ കുറച്ച് പാടൊക്കെ വരുമ്പോഴാണ്. അതിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഞാൻ അങ്ങനെ പറയണില്ല, എൻ്റെ ഒരു കാര്യം പറഞ്ഞാട്ടോ. ഓക്കെ, സബ്ജക്റ്റ് ഇട്ട് പോയത് നമ്മൾ എങ്ങനെയാണ് നല്ല കാശ് ഉണ്ടാക്കുക അതങ്ങനെ ചോദിക്കും. പറഞ്ഞോളൂ. ഹൗ ടു രണ്ട് രീതിയിലും പറയാൻ പറ്റും. ഹൗ ടു ബി വെച്ചിട്ട് എങ്ങനെ പറയും? ഹൗ ടു ബി റിച്ച് അല്ലെ. റിച്ച് ആവുക. അപ്പൊ നിങ്ങൾ ഭയങ്കര കാശ് കൊണ്ട് ഇങ്ങനെ ബെഡിലൊക്കെ കാശ്, പില്ലോലൊക്കെ കാശ്, എല്ലാത്തിനും കാശിങ്ങനെ മറിഞ്ഞ് കളിക്കുക. അപ്പൊ നിങ്ങളുടെ ടാഗ് എന്തായിരിക്കും? റിച്ച് ആയ മനുഷ്യൻ അല്ലെ. അപ്പൊ ഹൗ ടു ബി റിച്ച്. ആ റിച്ചായ അവസ്ഥയിൽ എങ്ങനെ എത്തും? ഹൗ ടു ബി റിച്ച്. മറ്റേതോ നല്ല കാശ് എങ്ങനെ കിട്ടും? ഹൗ ടു മേക്ക്. നല്ല കാശ് എങ്ങനെ ഉണ്ടാക്കും? ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മേക്ക്. ഹൗ ടു മേക്ക് ഗുഡ് മണി. എങ്ങനെയാണ് നല്ല കാശ് ഉണ്ടാക്കുക? നന്നായി അധ്വാനിച്ചാൽ മതി. നല്ല സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്താൽ നന്നായി ഉണ്ടാക്കാൻ പറ്റും. ഹൗ ടു മേക്ക് ഗുഡ് മണി അല്ലെങ്കിൽ ഹൗ ടു ബി റിച്ച്. കണ്ടോ, നമ്മളെ അത് എങ്ങനെയാണ് ആ സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബി വരും അല്ലെങ്കിൽ ബി പോവും. ഉണ്ടാക്കുക എന്നുള്ള പ്രവൃത്തി വന്നപ്പോ പിന്നെ ബി വേണ്ട. ഹൗ ടു മേക്ക് മോർ മണി. റിച്ച് ആവുക എന്നുള്ള അവസ്ഥ വന്നപ്പം ഹൗ ടു ബി റിച്ച്. ഓക്കേവാ? എങ്ങനെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക എന്നിങ്ങനെ പറയും. അപ്പൊ അവിടെ വേർബ് ഉണ്ടോ? ഉണ്ട്. ഏതാ? സ്പീക്ക് അല്ലെ, സംസാരിക്കുക. സ്പീക്ക്. അവിടെ ടെൽ ഉപയോഗിക്കാൻ പറ്റും. നെഹി. നമ്മള് ലാംഗ്വേജ് സംസാരിക്കുക എന്ന് പറയുമ്പോ ടോക്കോ ടെല്ലോ ഒന്നും പറ്റില്ല, സ്പീക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഹൗ ടു ടോക്ക് ഗുഡ് ഇംഗ്ലീഷ് എന്ന് പറയില്ല. ഒരു ഭാഷ നന്നായി സംസാരിക്കുക സ്പീക്ക് തന്നെ വേണം. ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്ന് പറയാൻ വേണ്ടി ഹൗ ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് അത് പറ്റും. പക്ഷെ ഒരു ഭാഷ സംസാരിക്കുക എന്ന് പറയാൻ സ്പീക്കാണ് നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുക? ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് നന്നായിട്ട്. സ്പീക്ക് എങ്ങനെ ചെയ്യാം? വെൽ. ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. തെറ്റിച്ചോ? ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. ഇനി ബി ചേർത്ത് പറയാം. ഹൗ ടു ബി ആ ഇംഗ്ലീഷിനങ്ങോട്ട് നല്ല ഫ്ലുവന്റ് എങ്ങനെ ആവുകയെന്ന് ചോദിക്കണമെങ്കിൽ ഹൗ ടു ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. മനസ്സിലായോ? നമ്മളെ കണ്ടിട്ട് ചറ പറയാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നോട്ട് എടുത്തിട്ട് ഫ്ലുവന്റ് എന്നിട്ട് നമുക്ക് തന്നു ടാഗ്. നല്ല ഫ്ലുവന്റ് ആണ് കേട്ടോ നീ ഫ്ലുവന്റ്, നല്ല ഫ്ലുവന്റ് ആണെന്നുള്ള ടാഗ് എനിക്ക് ഇരിക്കട്ടെ. ഹൗ ടു ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. ഫ്ലുവന്റ് ആയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്ലുവന്റ്ലി. മനസ്സിലായോ? അപ്പൊ ബി വേണ്ട സ്ഥലത്ത് ഹൗ ടു ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയരുത്. ഞാൻ കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. നന്നായി ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാർ വരെ ബി ഡ്രോപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യരുത്. ഹൗ ടു ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അടുത്ത ചോദ്യം. എങ്ങനെയാണ് നന്നായിട്ട് ഉറങ്ങുക? പറ്റുന്നില്ല ഉറങ്ങാൻ. അപ്പൊ നമുക്ക് ചോദിക്കണം, എങ്ങനെ നന്നായിട്ട് ഉറങ്ങുക? ഹൗ ടു ബി സ്ലീപ്പി എന്ന് ചോദിക്കരുത്. എങ്ങനെയാണ് ഉറക്കം തൂങ്ങി ആവുക എന്നാണ് അതിന്റെ അർത്ഥം. സ്ലീപ്പി എന്ന് വെച്ചാൽ അവസ്ഥയാണ്, ഉറങ്ങി ഇങ്ങനെ ഉറക്കം തോന്നിയുള്ള അവസ്ഥ. ഹൗ ടു ബി സ്ലീപ്പി. ഒരു 5-6 ദിവസം ഉറങ്ങാതിരുന്ന 2 ദിവസം ഉറങ്ങാതിരുന്നാൽ മതി, യു വിൽ ബി സ്ലീപ്പി. അപ്പൊ ഹൗ ടു ബി സ്ലീപ്പി അല്ല ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നന്നായിട്ട് ഉറങ്ങുക. അപ്പൊ അവിടെ ആ വേർബ് ഏതാ? ഉറങ്ങുക. ഹൗ ടു സ്ലീപ്പ് നന്നായിട്ട് വെൽ.
ഹൗ ടു സ്ലീപ് വെൽ. മനസ്സിലായോ? ഹൗ ടു ബി സ്ലീപ്പി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉറക്കം തൂങ്ങിയാവുക. വ്യത്യാസം മനസ്സിലായോ? ചെറിയ കളിയല്ലത്, അർത്ഥം മാറിപ്പോവും. എങ്ങനെയാണ് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുക? നിങ്ങൾ മറ്റേ മെട്രോയിലൊക്കെ പോയോ? ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോ മെട്രോയിലൊക്കെ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര മെട്രോയിൽ തന്നെയായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്ന് ഞാൻ ചോദിക്കും. പറഞ്ഞോളൂ, മടിക്കാതെ പറയൂ. ഹൗ ടു എന്താ ചെയ്യണ പ്രവൃത്തി എന്താ ഇവിടെ? ബുക്ക് ചെയ്യാം അല്ലെ? ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പല രീതി ബുക്ക് ചെയ്യാം. ഹലോ ചേട്ടാ, ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാം, വിളിച്ചു പറഞ്ഞിട്ട്. മെട്രോ അങ്ങനെ പറ്റില്ല, പക്ഷെ ആപ്പ് ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം, അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം. അപ്പൊ ഹൗ ടു ബുക്ക് എ ടിക്കറ്റ്. ഹൗ ടു ബുക്ക് എ ടിക്കറ്റ്. അവിടെ വേർബാണ് ബുക്ക്. ഹൗ ടു ബി ബുക്ക് എന്നൊന്നും പറയണ്ട. ഹൗ ടു ബി എ ബുക്ക് എന്നൊക്കെ പറഞ്ഞത് അർത്ഥം ഒരു ബുക്ക് എങ്ങനെ ആവാം. ആ വ്യത്യാസം മനസ്സിലായോ? ഞാനിത് ഇങ്ങനെ തമാശക്ക് പറയണെങ്കിലും ഇത് വളരെ 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 സീരിയസ് ആയ കാര്യമാണ്. ഒരു 80% ആൾക്കാർക്കും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിൽ ഈ ബി വലിയൊരു പേടിയാണ്. ഇത് ആക്ച്വലി തീരെ പേടിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഈ അവസ്ഥകളും പ്രവൃത്തികളും അല്ലാത്ത പ്രവൃത്തികളൊക്കെ തമ്മിൽ ഉള്ള ആ ഒരു വ്യത്യാസം. ഓടുക സാധാരണ പ്രവൃത്തി, എന്തെങ്കിലും ഒന്ന് ആവുക, ടീച്ചർ ആവുക, അല്ലെങ്കിൽ എന്താ പറയാ ഉറക്കം തൂങ്ങി ആവുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരവസ്ഥ. ക്ലാസ്സിൽ നമ്പർ 1 ആവുക, ഇതൊക്കെ ഒരു അവസ്ഥയാണ്, ഒരു സ്റ്റേറ്റ് അല്ലേ? ഓക്കെ. കുട്ടീനെ ഇങ്ങനെ ഓർക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനെ കുട്ടീനെ ഓർക്കുക. 3 മാസം പ്രായം, ഒട്ടും ഉറങ്ങുന്നില്ല. അപ്പൊ അമ്മമാരും അച്ഛന്മാരും വീട്ടിലെ അച്ഛന്മാരും കൂടെ കൂടും, എങ്ങനെയാണ് കുട്ടീനെ ഉറക്കുക എന്ന് ഗൂഗിൾ ചെയ്യും. അപ്പൊ എങ്ങനെയാന്ന് ചോദിക്കുക, ഹൗ ടു സ്ലീപ് ദ ബേബി എന്ന് പറയരുത്. എങ്ങനെയാ പറയാ? ഹൗ ടു പുട്ട് ദ ബേബി ടു ബെഡ്. ഹൗ ടു പുട്ട് ദ ബേബി ടു ബെഡ്. ഇതില് ചില സമയത്ത് നമ്മൾ കേൾക്കാറുള്ളത് ഹൗ ടു പുട്ട് ദ ബേബി ടു സ്ലീപ്. അതും കേൾക്കാറുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിന് വേറെ ഒരു അർത്ഥം കൊണ്ടുണ്ട്. മരണപ്പെടുക എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ അവസാനമായി കാണുക എന്നുള്ള രീതിയിൽ അർത്ഥമുണ്ട്. അതുകൊണ്ട് ഞാൻ കുട്ടികളുടെ ഒന്നും കേസിൽ ഒരിക്കലും അങ്ങനത്തെ പ്രയോഗം പറഞ്ഞിരുന്നില്ല. ഹൗ ടു പുട്ട് ദ ബേബി ടു ബെഡ് അങ്ങനെ തന്നെ ശീലിച്ചോളൂ കേട്ടോ. ഹൗ ടു പുട്ട് ദ ബേബി ടു ബെഡ്. ഓക്കെ. അടുത്തത്, എങ്ങനെയാണ് നല്ല ആരോഗ്യവാനാവുക അല്ലെങ്കിൽ ആരോഗ്യവതിയാവുക? ചില സ്ത്രീകളൊക്കെ അവിടെ നിന്നിട്ട് എന്താ ഞങ്ങളുടെ കാര്യം പറയാത്തത്? എല്ലാം ഏറ്റിട്ടുണ്ട്. എങ്ങനെയാ അത് ഉത്തരം പറയണം. ഹൗ ടു ഹെൽത്തി. ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള അവസ്ഥ. അപ്പൊ ഹൗ ടു ബി ഹെൽത്തി. എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുക? ഹൗ ടു എക്സസൈസ്. എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സസൈസ് എന്നുള്ളൊരു വേർബായിട്ട് ഉപയോഗിക്കാം. ഹൗ ടു എക്സസൈസ്. ഓക്കെ. പക്ഷെ യോഗയ്ക്ക് ഹൗ ടു യോഗ എന്ന് പറയരുത്, ഹൗ ടു ഡു യോഗ. ഹൗ ടു ഡു എക്സസൈസ് എന്ന് ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഹൗ ടു ഡു പുൾഅപ്സ്, ഹൗ ടു ഡു പുഷപ്സ്. ഞാൻ നല്ല എക്സസൈസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോസിലൊക്കെ മിനി ഫിറ്റ് ആയി വരുന്നുണ്ടല്ലോ എന്നുള്ള കോമന്റ് നിങ്ങളെ കൊണ്ട് ഞാൻ ഇടിക്കും. അപ്പൊ അതെങ്ങനെ പറയും? ഹൗ ടു ബി ഫിറ്റ് എന്ന് എന്നോട് ചോദിക്കണം. ഹൗ ടു ബി ഫിറ്റ്. ആ ഫിറ്റായ അവസ്ഥ, ഹൗ ടു ബി ആ അവസ്ഥയിൽ എത്താം. അത്യാവശ്യം നമ്മൾ ബി കവർ ചെയ്തില്ലേ? ഇനി നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം ബിക്കം. അതെവിടെ നിന്ന് വന്നു? ചിലര് പറയുന്നത് ബിയുടെ ബിക്കമിന്റെ ഷോർട്ട് ഫോം ആണ് ബി എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, അത് സിമ്പിൾ ആണ്. റെഡിയാണോ? ദാഹം വേണം അത് അറിയാൻ വേണ്ടിയിട്ട്, അപ്പോഴേ നമ്മൾ ഓർത്ത് വരുള്ളൂ. നമ്മള് പൊതുവെ പഠിച്ച് ഡോക്ടറൊക്കെ ആവുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാനല്ല, വേറെ ആൾക്കാരുണ്ടല്ലോ. MBBS ഒക്കെ പഠിച്ച് പിന്നെ MD ഒക്കെ പഠിച്ച് ഡോക്ടറാവും. അപ്പൊ അവര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവരെന്താ? സ്റ്റുഡന്റ് അല്ലെ? അപ്പൊ അവരെ അവസ്ഥയിലാണ്. സ്റ്റുഡന്റ് എന്നുള്ള ടാഗാണ്, കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷെ അത് കഴിഞ്ഞ് അവർ എന്താവും? പഠിച്ചു കഴിഞ്ഞ് എക്സാം പാസ് ആയാൽ ഡോക്ടറാവും. They will become a doctor. അപ്പൊ നമ്മൾ ബി എന്ന് പറഞ്ഞാൽ ആവുകയും ബിക്കം എന്ന് പറഞ്ഞാൽ ആയി മാറുകയാണ്. മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ അവസ്ഥ എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് അത് ആണ് നമ്മൾ അങ്ങനെയാണ്, നമുക്ക് മാറാൻ പറ്റില്ല. മാറാൻ ചിലപ്പോ പറ്റുമായിരിക്കും, ഇപ്പൊ ഡോക്ടർ രാജിവെച്ച് വേറെ വല്ല പരിപാടിയും ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഞാൻ പറയണത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിത്തീരും. ഈ ബി എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്, ഒരു ചെറിയൊരു സ്റ്റേറ്റ്. ഒരു സ്റ്റുഡന്റ് ആവുക, അത് കഴിഞ്ഞൊരു ടീച്ചർ ആവുക. അവിടെ നമുക്ക് ഡോക്ടറുടെ വേണമെങ്കിൽ ആവുക എന്ന് പറയാട്ടോ. ടു ബി എ ഡോക്ടർ. നിങ്ങളുടെ അംബിഷൻ എന്താണ്? അംബിഷൻ എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹം? ഇത് കേട്ടോണ്ടിരിക്കണേ വേറെ വല്ല പ്രൊഫഷണൽ ആൾക്കാർ പേടിക്കണ്ട, കുട്ടികളോട് ചോദിക്കണം. എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ പണ്ടൊക്കെ ആൾക്കാർ പറയായിരുന്നു. അപ്പോ ഐ വോണ്ട് ടു ബി എ ഡോക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ബിക്കം എ ഡോക്ടർ എന്ന് പറയാം. ബിക്കം എന്ന് അവിടെ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ
എല്ലാ സ്ഥലത്തും ഈ ബിക്കം ബിയുടെ പകരം ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെയാ? ഇപ്പോ സൈലന്റ് ആവും കുട്ടികളെ, എങ്ങനെ ടീച്ചർ പറയും? ബി സൈലന്റ്, ബി സൈലന്റ് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആവും. ബിക്കം സൈലന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ സംസാരിക്കാൻ പാടില്ല, പിന്നെ ജീവിതകാലം മുഴുവൻ. അപ്പൊ ബിക്കം സൈലന്റ് നമ്മൾ ആരും ഉപയോഗിക്കില്ല. അത് കേട്ടിട്ടില്ല? നമ്മൾ ബി ഹാപ്പി, എന്താ പറയാ, അങ്ങനെ ബി ഓരോ കാര്യങ്ങളും. പക്ഷെ ബി സൈലന്റ് ഉപയോഗിക്കും, ബിക്കം സൈലന്റ് അങ്ങനെ നമ്മൾ ഒരാളടുത്ത് പറയില്ല. കുട്ടികളൊക്കെ കലവിൽ കൂട്ടുമ്പോ ബിക്കം സൈലന്റ് എന്നൊന്നും ഒരു ടീച്ചറും പറയാൻ പാടില്ല. ബി സൈലന്റ്. മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും ഒന്ന് ആയി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബിക്കം ആ സംഭവം ആവാം അല്ലെ? നമ്മൾ ഒരു സ്റ്റേറ്റിൽ, ഒരു ടെമ്പററി സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ബി ഉപയോഗിക്കുകയാണ് നല്ലത്. ബി ഹാപ്പി, ബി ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് അങ്ങനെ ആവുന്നത്? ബി എന്താ ഉപയോഗിക്കാൻ പറ്റാത്ത? ബിക്കം അല്ല, അങ്ങനെ അങ്ങനെ ക്യൂരിയസ് ആവാ, എന്തുകൊണ്ടാന്ന് അറിയാനുള്ള വരയില്ലേ, അത് വരുമ്പോഴാണ് നമ്മൾ ക്യൂരിയസ് ആവുക. ക്ലിയർ ആയോ? അപ്പോ ബിയും ബിക്കം ഒക്കെ മനസ്സിലായെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയണേ. എങ്ങനെയാണ് മെലിയുക? ആദ്യത്തത് മെലിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പല പല വാക്കുകൾ ചിലപ്പോൾ മനസ്സിൽ വരാം. സ്ലിം ആവുക. എങ്ങനെയാണ് സ്ലിം ആവുക? അതാണ് ആദ്യത്തെ. രണ്ടാമത്തത് എങ്ങനെയാണ് വയറ് കുറയ്ക്കുക? എങ്ങനെയാ വയറ് കുറയ്ക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്തിട്ട് എക്സസൈസ് ചെയ്തിട്ട് കുറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ ഇത് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാന്ന് പറഞ്ഞേ. എങ്ങനെയാണ് വയറ് കുറയ്ക്കുക? ഞാനൊരു ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ എക്സസൈസ് ചെയ്ത് വയറങ്ങോട്ട് ചെറുതാക്കല്ല ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുക ശരിക്കും? വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കുറയ്ക്കുക ചെയ്യുക. അതാണ് ഇതിൽ ക്ലൂ. കുറയ്ക്കാന്ന് പറയാൻ റെഡ്യൂസ്. ബാക്കി നിങ്ങൾ ഫ്രണ്ടിലത്തെ ബി ആണോ അതൊക്കെ നിങ്ങൾ ഫിൽ ചെയ്തോ. എന്താ കുറയ്ക്കേണ്ടത്? വയറെന്ന് പറയുമ്പോൾ സ്റ്റമക്ക് എന്നാണ് പലർക്കും ഓർമ്മ വരിക. ഞാൻ പറഞ്ഞില്ലേ, വയറല്ല കുറയ്ക്കണേ, ബെല്ലി ഫാറ്റ്. വയറിന് ചുറ്റുമുള്ള ഫാറ്റില്ലേ, അതാണ് ബെല്ലി ഫാറ്റ്. അതാണ് കുറയ്ക്കേണ്ടത്. സെൻസ് ഉണ്ടാക്കുവോ? ഒന്ന് എങ്ങനെയാണ് സ്ലിം ആവുക, രണ്ടാമത്തെ എങ്ങനെയാണ് ബെല്ലി ഫാറ്റ് കുറയ്ക്കുക അഥവാ വയർ കുറയ്ക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒരു വാട്സപ്പ് കോഴ്സ്, 1 month വാട്സപ്പ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. വീട്ടമ്മമാർക്കൊക്കെ എസ്പെഷ്യലി യൂസ്ഫുൾ ആയിരിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കുട്ടികളുടെ അടുത്തും ചുറ്റുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ച് നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു തഴക്കവും പഴക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കോഴ്സാണ്. സിമ്പിൾ ആയിട്ടുള്ള കോഴ്സാണ്. ഒരു 15-20 മിനിറ്റ് ഒക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ അത് ആ 1 മാസം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കും. പിന്നെ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഫസ്റ്റ് ബാച്ച് ഒക്കെ എടുത്ത പിള്ളേര് നല്ല അടിപൊളി റിവ്യൂസ് ഒക്കെ തന്ന ഒരു കോഴ്സാണ്. ഈ യൂട്യൂബ് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ? എന്റെ ഫസ്റ്റ് ബാച്ച് എടുത്ത കുട്ടികൾ, അന്ന് സ്ത്രീകളുടെ മാത്രം ബാച്ചായിരുന്നു. അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ, താഴെ ഒന്ന് പറയൂ. ആണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് അറിഞ്ഞാൽ ഇഷ്ടമാണെങ്കിൽ അവർ ജോയിൻ ചെയ്യുമല്ലോ. 15-ാം തീയതി കോഴ്സ് അടുത്ത ബാച്ച് തുടങ്ങും. താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് പറയാം. ജസ്റ്റ് ഫീ അടയ്ക്കുക, ഫോം ഫില്ല് ചെയ്യുക, ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഓക്കെ. ഇനി അതല്ല, ഗ്രാമറൊക്കെ പഠിച്ചു, ഈ കോഴ്സ് ഗ്രാമറൊക്കെ പഠിച്ചിട്ടുള്ള ഒരു 90 day ഒരു ഫുൾ കോഴ്സ് ഉണ്ട്. അതെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ഫീയും ഡീറ്റെയിൽസും ഒക്കെ അതിലുണ്ട്. ഒറ്റ കോഴ്സ്, നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോഴ്സാണ്. ഞാനൊരു 3 മാസം എന്ന് വെച്ചാൽ 90 days ആണ് കോഴ്സ് നമുക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ഫ്ലുവന്റ് ആവാൻ പറ്റും ഇംഗ്ലീഷിൽ. ആകെ 3 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന് അടുത്ത് പറയാം, ഫുൾ കോഴ്സ് എടുക്കുന്നവർക്ക്. ഒന്ന്, 15 മിനിറ്റ് എല്ലാ ദിവസവും 90 days ഡെഡിക്കേറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ. എല്ലാ ദിവസവും 15 മിനിറ്റ്. രണ്ടാമത്തെ കാര്യം, എന്ത് സംശയം ഉണ്ടെങ്കിലും കോഴ്സിൽ എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. സംശയങ്ങൾ ഉള്ളപ്പോൾ നമുക്ക് ഒരിക്കലും കോൺഫിഡൻസ് വരില്ല. ചോദിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. മൂന്നാമത്തെ കാര്യം, കോഴ്സിൽ ക്വിസ് ഉണ്ട്. അതാണ് കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. ഞാൻ കോഴ്സിൽ പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ സ്റ്റുഡൻസ് വിചാരിക്കും, ഓ ഇതെനിക്കറിയാം, നല്ല മനസ്സിലായി. ഒന്നും മനസ്സിലായി കാണില്ല. ഞാൻ കുറച്ച് എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയതാണ്. ഈ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് വെറുതെ. അപ്പൊ നമ്മൾ ക്വിസ് ഇട്ടിട്ട് ചോദിച്ചാലാണ്, ഓ ഇതല്ലേ ഞാൻ വിചാരിച്ചത് തെറ്റല്ല, അങ്ങനെ ഒരു ഫീലിംഗ് വരിക. അവിടെയാണ് ലേണിംഗ് നടക്കുക. നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ക്വിസ് ഇട്ടിരിക്കുന്നത്. കുറേ ചോദ്യങ്ങളുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തരണം. അത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് കോഴ്സിലെ ക്വിസ് ആണ്. അത് ഗസ് ചെയ്യരുത്.
ഇതാവാം എന്നിട്ട് ഗസ് ചെയ്യരുത്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കും. ഇത്രയും 3 കാര്യങ്ങൾ നിങ്ങൾ 90 ഡേയ്സ് ചെയ്യാം. എന്ത് സംശയം ചോദിക്കാം, ക്വിസ് ഗസ് ചെയ്യരുത്, 15 മിനിറ്റ് എല്ലാ ദിവസവും ഇരിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആവും. ഇനി എനിക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ഒരു പ്രശ്നമില്ലെന്ന്. കോൺഫിഡൻസ് മാത്രം പോരാ, നമുക്ക് ഫ്ലുവൻസി വേണം അല്ലെ. അപ്പൊ ഫ്ലുവൻസി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിന് ChatGPT വെച്ചിട്ട് അതിന്റെ സിസ്റ്റം പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി തരും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം. 5 മിനിറ്റ് അല്ല, എത്ര നേരം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പേഴ്സണൽ ട്രെയിനറിനെ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനെ, നിങ്ങളുടെ സമയത്തിന്. അപ്പൊ ആൾക്കാരാകുമ്പോൾ അവരുടെ സമയത്ത് നമ്മൾ നിൽക്കേണ്ടി വരില്ലേ. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഇംഗ്ലീഷ് സൂപ്പർ ആക്കുക. അങ്ങനെ ഒറ്റ കോഴ്സ് എടുത്ത് നിങ്ങൾക്ക് 90 ഡേയ്സിൽ സൂപ്പർ ആവണം. അതിന് വേണ്ടി ഉണ്ടാക്കിയ കോഴ്സാണ്. അത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വാട്സാപ്പ് കോഴ്സ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആണ്. അതില് ഗ്രാമർ ഒന്നും പഠിപ്പിക്കില്ല. നമ്മൾ ലിസൺ ചെയ്ത് കൂടെ പറഞ്ഞ് ടാസ്ക് ഒക്കെ ചെയ്ത് പഠിക്കുന്ന രീതിയാണ്. അത് ഗ്രാമർ ഇല്ല. ഫുൾ കോഴ്സ് ആണെങ്കിൽ വേറെ ഒരു രീതിയാണ്. ഗ്രാമറും എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് ഇന്റൻസീവ് ആണ്. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും 90 ഡേയ്സ് നമുക്ക് വേണം. അപ്പോൾ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്, ബേസിക്സ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഫീസ് എടുക്കാൻ കയ്യിലില്ല, അങ്ങനത്തെ ഞാനൊക്കെ അങ്ങനത്തെ അവസ്ഥയിലുണ്ടായിരുന്നു. സ്റ്റുഡൻ്റ് ആയ സമയത്ത് എവിടെ കാശ് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എവ്രി വൺ ഈസ് കവേർഡ്. നിങ്ങൾക്ക് ആ 16 വീഡിയോസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ കോമെന്റിൽ ചോദിക്കുക. ഞാൻ ഒരുമാതിരി എല്ലാ ആൾക്കാരുടെയും സംശയങ്ങൾ ഞാൻ കോമെന്റിൽ പറഞ്ഞുതരാറില്ലേ. അപ്പൊ നിങ്ങൾ അവിടെ ചോദിക്കുക. എന്നിട്ട് ആ 16 ഡേകൾ തീർക്കുക. 16 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന കോഴ്സ് നിങ്ങൾക്ക് ചെയ്തൂടെ. അപ്പൊ അത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. കുറെ ഇങ്ങനെ കത്തി വെച്ചു അല്ലേ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.